ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ ചിന്തിക്കാൻ പോകുന്നത് പിശാച് ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന കുറച്ച് കാര്യങ്ങളാണ്. നാം ജീവിക്കുന്നത് വെറുമൊരു ഭൗതിക ലോകത്തല്ല, കാണാത്ത വലിയൊരു ആത്മീയ ലോകമുണ്ട്. അവിടെ നിരന്തരം പോരാട്ടങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എഫെസ്യ 6:12 പറയുന്നു, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിൻ്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളുടെ ദുഷ്ടാത്മ സേനകളോടും കൂടെയാണ്. പലപ്പോഴും നമ്മൾ നേരിടുന്ന സാമ്പത്തിക തകർച്ചകൾ, വെല്ലുവിളികൾ, സങ്കടങ്ങൾ, കുടുംബത്തിലെ ഓരോ തകർച്ചകളും എന്നിവയുടെ പിന്നിൽ ഈ അന്ധകാര ശക്തികളുടെ പോരാട്ടങ്ങൾ ഉണ്ടാകും. ഭൂരിഭാഗം ദൈവമക്കളും ചെയ്യുന്ന ഒരു വലിയ തെറ്റുണ്ട്. അവർ പിശാചിനെ അമിതമായി ഭയപ്പെടുന്നു. സഹോദരങ്ങളെ, എന്തിനാണ് നാം പിശാചിനെ ഭയപ്പെടുന്നത്? എല്ലാത്തിനും മതിയായവൻ നമ്മുടെ കൂടെയുള്ളപ്പോൾ നാം പിശാചിനെ ഭയപ്പെടുന്ന സന്ദർഭങ്ങളിലാണ് നമ്മുടെ ജീവിതത്തിൽ വലിയ നഷ്ടങ്ങൾ, കുടുംബത്തിൽ വലിയ വെല്ലുവിളികൾ, സാമ്പത്തിക ബുദ്ധിമുട്ട്, തകർച്ചകൾ വരുന്നത്. ബൈബിൾ നമ്മെ എന്താണ് പഠിപ്പിക്കുന്നത്? യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ പിശാചിൻ്റെ തല തകർത്തു. അതുകൊണ്ട് നാം സാത്താനെ ഭയപ്പെടേണ്ടതില്ല. പകരം നമ്മളിലേക്ക് നോക്കുമ്പോൾ സാത്താൻ ഭയപ്പെടുന്ന ചില കാര്യങ്ങൾ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ബൈബിളിൻ്റെ വെളിച്ചത്തിൽ ഇന്ന് നമ്മൾ അതിനെക്കുറിച്ച് ആഴമായി പഠിക്കാൻ പോകുകയാണ്. യഹോവ നിന്റെ ജീവിതത്തിൽ വലിയ നന്മകൾ ചെയ്യും എന്ന് വിശ്വസിക്കുന്ന സകലരും താഴെ കമൻറ്റ് ബോക്സിൽ വലിയൊരു വിശ്വാസത്തോടെ ഇപ്രകാരം ഒന്ന് എഴുതുക: കർത്താവേ, നീയാണ് എൻ്റെ നായകൻ. നീ അറിയാതെ എനിക്ക് ഒന്നും ഭവിക്കുകയില്ല. നീ എഴുതുന്ന ഈ ചെറിയ വരികൾ നിന്റെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ ചെയ്യാൻ ഇടയായിത്തീരും. സാത്താൻ നിന്റെ ജീവിതത്തിലോ നിന്നിലോ കണ്ണുവെക്കുമ്പോൾ സാത്താൻ ഭയപ്പെടുന്ന രീതിയിൽ ദൈവത്തിൻ്റെ തേജസ്സേറിയ കരം അവിടെ ഉയരും. സഹോദരങ്ങളെ, സാത്താൻ ഭയപ്പെടുന്ന ഒന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് യേശുക്രിസ്തുവിൻ്റെ നാമമാണ്. യേശുക്രിസ്തുവിൻ്റെ നാമമല്ലാതെ മറ്റൊന്നിലും രക്ഷയില്ല എന്ന ബൈബിൾ നമ്മെ പഠിപ്പിക്കുമ്പോൾ നീ അതിനെ മറന്നുപോകാതെ ആ വിശ്വാസത്തിൽ മുന്നോട്ട് ജീവിക്കുകയാണ് വേണ്ടത്. ഫിലിപ്പിയ 2:9 മുതലുള്ള വാക്യങ്ങളിൽ പറയുന്നത്, അതുകൊണ്ട് ദൈവം അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിനും മേലായ നാമം നൽകി. അങ്ങനെ യേശുവിൻ്റെ നാമത്തിൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലുകളൊക്കെയും മടങ്ങും. പിശാചിനെ വിറപ്പിക്കുന്ന ഒരേ ഒരു പേര് യേശുവിൻ്റേതാണ്. പ്രയാസങ്ങൾ വരുമ്പോൾ നാം എപ്പോഴും നമ്മുടെ സ്വന്തം കഴിവിലാണ് ആശ്രയിക്കുന്നത്. അപ്പോൾ നാം ദൈവത്തെ തള്ളിപ്പറയുന്ന പല നിമിഷങ്ങളും നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടാകും. എന്നാൽ സഹോദരങ്ങളെ, ഇന്ന് ഈ വചനങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത് പ്രതിസന്ധികൾ വരുമ്പോൾ, വെല്ലുവിളികൾ വരുമ്പോൾ നാം ദൈവത്തിൽ നിന്നും പിന്നോട്ട് പോകാതെ ദൈവത്തിൻ്റെ നാമത്തെ ഏറ്റുപിടിച്ചുകൊണ്ട് ദൈവനാമം ഉയർത്തിക്കൊണ്ട് നിന്നെ കാണുമ്പോൾ ഭയക്കുന്ന രീതിയിൽ, പിശാച് നിന്നെ കാണുമ്പോൾ ഓടുന്ന രീതിയിൽ ദൈവനാമത്തെ മുറുകെ പിടിക്കുക. സദൃശവാക്യങ്ങൾ 18:10 ഇങ്ങനെ പറയുന്നു, യഹോവയുടെ നാമം ബലമുള്ള ഗോപുരം, നീതിമാൻ അതിലേക്ക് ഓടിച്ചെന്ന് അഭയം പ്രാപിക്കുന്നു. യേശുവിൻ്റെ നാമമാകുന്ന ആ വലിയ ഗോപുരത്തിലേക്ക് ഓടിക്കയറാൻ നമുക്കാകണം. മാർക്കോസ് 16:17 പറയുന്നു, വിശ്വസിക്കുന്നവരാൽ ഈ അടയാളം നടക്കും. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിൽ പത്രോസ് മുടന്തനെ നടത്തുന്നത് പത്രോസിൻ്റെ കഴിവ് കൊണ്ടല്ല, ശക്തി കൊണ്ടല്ല, യേശുവിൻ്റെ നാമത്തിൽ നടക്ക എന്ന് പറഞ്ഞതുകൊണ്ട്. എൻ്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും എന്ന് വചനം പഠിപ്പിക്കുന്നു. വിശ്വസിക്കുന്ന ഏത് സാധാരണക്കാരനും ആ നാമത്തിൽ അധികാരമുണ്ട്. വചനം പറയുന്നത് പോലെ നാം വാക്കിനാലോ ക്രിയയാലോ എന്തു ചെയ്താലും സകലവും യേശുവിൻ്റെ നാമത്തിൽ ചെയ്യുക. അതുപോലെ രണ്ടാമതായി സാത്താൻ ഭയപ്പെടുന്ന കാര്യം യേശുക്രിസ്തുവിൻ്റെ രക്തമാണ്. യേശുക്രിസ്തു നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ ചിന്തിയ രക്തത്തെ സാത്താൻ ഭയപ്പെടുന്നു. വെളിപ്പാട് 12:11 വാക്യം, അവർ കുഞ്ഞാടിൻ്റെ രക്തം ഹേതുവായും തങ്ങളുടെ സാക്ഷ്യവചനം ഹേതുവായും അവനെ ജയിച്ചു. നമുക്ക് പഴയ നിയമത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാം. ഇസ്രായേൽ മക്കൾ അടിമത്തത്തിൽ നിന്ന് വിടുവിക്കപ്പെടുന്ന രാത്രി ദൈവം അവരോട് ഒരു കുഞ്ഞാടിനെ അറുത്ത് അതിൻ്റെ രക്തം വീടിൻ്റെ കട്ടളവാതിൽക്കൽ പുരട്ടാൻ ആവശ്യപ്പെട്ടു. സംഹാരദൂതൻ ആ രക്തം കണ്ടപ്പോൾ ആ വീടുകളെ കടന്നുപോയി.
1 പത്രോസ് 1-ാം അധ്യായം അതിൻ്റെ 18-19 വാക്യങ്ങൾ. നമ്മെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന്, വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തുവെന്ന് നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ. എഫെസ്യർ 1:7 പറയുന്നു, ആ രക്തത്താലാണ് നമുക്ക് അതിക്രമങ്ങളുടെ മോചനം ലഭിച്ചത്. സാത്താൻ എപ്പോഴും നമ്മെ കുറ്റപ്പെടുത്തും, നമ്മുടെ പഴയ പാപങ്ങൾ ഓർമ്മിപ്പിച്ച് അവൻ നമ്മുടെ മനസാക്ഷിയിൽ കുറ്റബോധം സൃഷ്ടിക്കും. എന്നാൽ എബ്രായർ 9:14 പറയുന്നു, ക്രിസ്തുവിൻ്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ നിങ്ങളുടെ മനസാക്ഷിയെ എത്രയധികം ശുദ്ധീകരിക്കും. പാപമില്ലാത്ത രക്തത്താൽ കഴുകപ്പെട്ട ഒരു വിശ്വാസിയുടെ മേൽ പിശാചിന് ഒരു അധികാരവും അവകാശവുമില്ല. നിങ്ങളുടെ കുടുംബത്തെയും മക്കളെയും യേശുവിൻ്റെ രക്തത്തിൽ പൊതിയുക. ദിവസവും പ്രാർത്ഥിക്കുക. ഇത് നിങ്ങൾക്ക് ചുറ്റും തകർക്കാൻ കഴിയാത്ത വലിയ കോട്ട തീർക്കും. 3-ാമത്തെ കാര്യം ജീവനുള്ള ദൈവത്തിൻ്റെ വചനമാണ്. എഫെസ്യർ ലേഖനത്തിൽ ആത്മീയ പോരാട്ടങ്ങളുടെ ആയുധങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ആത്മാവിൻ്റെ വാളായ ദൈവവചനമെന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞിരിക്കുന്നു. ശത്രുവിനെ ആക്രമിക്കാവുന്ന ഒരേ ഒരു ആയുധം ദൈവവചനമാണ്. എബ്രായർ 4:12 ഇത് കൂടുതൽ വ്യക്തമാക്കുന്നു. ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യവും ഉള്ളതായി, ഇരുവായ്ത്തലയുള്ള ഏതു വാളിനേക്കാളും മൂർച്ചയേറിയതും. അതെ, അത് വെറുമൊരു അടച്ചിട്ട പുസ്തകമല്ല, ആത്മാവിൽ പ്രവേശിക്കുന്ന മൂർച്ചയുള്ള വാളാണ്. ജീവിതത്തിൽ ചിലപ്പോൾ വലിയ പാറ പോലുള്ള തടസ്സങ്ങൾ വന്നേക്കാം. അവിടെ സ്വന്തം ശക്തി കൊണ്ട് നിയന്ത്രിക്കാൻ ശ്രമിച്ചാൽ അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായി മാറും. എന്നാൽ ഇരമ്യാവ് 23:29 പറയുന്നു, എൻ്റെ വചനം അഗ്നി പോലെയും പാറയെ തകർക്കുന്ന ചുറ്റിക പോലെയും അല്ലയോ എന്ന്. ആ വചനമാക്കുന്ന ചുറ്റിക കൊണ്ട് ഏതു വലിയ തടസ്സങ്ങളെയും നിങ്ങൾക്ക് തകർക്കാൻ കഴിയും. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം നോക്കുകയാണെങ്കിൽ യേശുക്രിസ്തു മരുഭൂമിയിൽ ഉപവസിച്ചതിന് ശേഷം സാത്താൻ പരീക്ഷിക്കുന്നത് കാണാം. സാത്താൻ്റെ ഓരോ വാക്കുകളിലും ഒക്കെയും യേശു പറഞ്ഞത് സ്വന്തം ശക്തി കൊണ്ടല്ല, മറിച്ച് എഴുതപ്പെട്ടിരിക്കുന്നതും പറഞ്ഞുകൊണ്ടാണ്. ദൈവത്തിൻ്റെ വചനം അവിടെ യേശു ഉപയോഗിക്കുകയാണ്. നിങ്ങളുടെ ഉള്ളിൽ സംശയങ്ങളും ഭയങ്ങളും വരുമ്പോൾ ഉറക്കെ ദൈവത്തിൻ്റെ വചനം പറയുക. 119-ാം സങ്കീർത്തനം 105-ാം വാക്യം പറയുന്നത് പോലെ ആ വചനം നിങ്ങളുടെ കാലുകൾക്ക് ദീപവും പാതകൾക്ക് പ്രകാശവുമായി തീരുന്നു. സഹോദരങ്ങളെ, നിങ്ങളുടെ ജീവിതത്തിൽ എത്ര വലിയ പ്രതിസന്ധികൾ വന്നാലും, സങ്കടങ്ങൾ വന്നാലും, ബുദ്ധിമുട്ടുകൾ വന്നാലും, യേശുവിൻ്റെ നാമത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട്, യേശുവിൻ്റെ വചനത്തെ മുറുകെ പിടിച്ചുകൊണ്ട്, യേശുവിൻ്റെ രക്തത്താൽ നിൻ്റെ ഭവനത്തെയും നിൻ്റെ കുടുംബത്തെയും നിൻ്റെ മക്കളെയും നിങ്ങളുടെ മക്കളുടെ ഭാവിയെയും ഒരിക്കലും തകർക്കാൻ കഴിയില്ല. ദൈവവചനത്തിൻ്റെ ശക്തിയെ നിങ്ങൾ രുചിച്ചു തന്നെ അറിയണം. നിൻ്റെ എല്ലാ വലിയ വെല്ലുവിളികളിൽ നിന്നും, നിന്നെ തകർക്കാൻ ശ്രമിക്കുന്ന സാത്താൻ്റെ പോരാട്ടങ്ങളിൽ നിന്നും ഈ കേട്ട വചനത്താൽ നമ്മെ ഓരോരുത്തരെയും അവിടുന്ന് അനുഗ്രഹിച്ച് കാത്ത് പരിപാലിക്കുമാറാകട്ടെ. ആമേൻ.